ഹലോ ഗൈസ്. സോ ഞാൻ അമ്മയ്ക്ക് ഒരു കുഞ്ഞി സർപ്രൈസ് കൊടുക്കാനുണ്ട്. അത് അമ്മ സർപ്രൈസ് ആവുമെന്നൊന്നും അറിയില്ല. ബിക്കോസ് അമ്മയ്ക്ക് ഇപ്പം എന്തായാലും അത്യാവശ്യം ഒരു സാധനം ഫോണാണ്. ഒരു അത്യാവശ്യം ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലത്തിന് അത്രയും ആയിട്ട് അമ്മ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയുടെ ഈ ഒരു ഫോൺ ഭയങ്കര മോശമായിട്ടിരിക്കുന്നതുകൊണ്ട് അത് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ എന്തായാലും വാങ്ങിക്കൂല അത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഫോൺ വാങ്ങി കൊടുക്കാം ഈ ഓണത്തിനെന്ന്. പക്ഷെ നമുക്കത് ഞാൻ വാങ്ങിച്ച് കൊടുക്കുമെന്നൊരു ഡൗട്ടും ഉണ്ട്. അതാണ് വേറെ പ്രശ്നം. കാരണം എനിക്കൊരു ഫോൺ വാങ്ങി, ആൻഡ് അനിയന് ഫോൺ വാങ്ങിക്കാൻ പോകുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലം അത്രയൊക്കെ പഴക്കമുള്ള ഫോണുകളാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്കുള്ള ഫോൺ വാങ്ങിക്കണം വിചാരിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ വലിയ ഫോണിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഇങ്ങനെ ഒരു ഇതില്ല. അപ്പം അവൻ കുറച്ച് ഫോണുകളുടെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നീ സെർച്ച് ചെയ്ത് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ കുറച്ച് ഫോണൊക്കെ ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാടുള്ള ഒരു പച്ച ഫോൺ വേണമെന്നാണ്. കളർ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെയും ഫേവറേറ്റ് കളർ ഗ്രീനാണ്. സോ നമുക്ക് ഗ്രീൻ കളറിലൊരു ഫോൺ നോക്കാം. കാരണം ഞാനവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്രീൻ ഫോണൊക്കെ. ഇങ്ങനെ എന്തോ കാണിക്കുന്നേ, വെള്ളം കുടിക്കാൻ അവിടെ നിന്ന് വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈനപ്പാ ഈന കൊള്ളാം. അവന് വെള്ളം വെച്ച് കൊടുത്തിട്ട് അവൻ വേണ്ട. അത് കൊള്ളാം. ഈ ഒരു പോലല്ലേ പറഞ്ഞു ഇത്. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി എന്തായാലും അപ്പോൾ വന്നു കഴിയുമ്പം അവനോട് ഒന്ന് ഫിക്സ് ചെയ്ത് തരാൻ പറയും. യെസ്, അങ്ങനെ നമുക്ക് ഫോൺ വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോൺ ഹണ്ടിലാണ്. ഇതൊന്നും എന്തൊക്കെ സംഭവങ്ങളിനകത്ത് നോക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞാൽ അമ്മയുടെ ഒരു ബേസിക് നീഡല്ല, അപ്പം ഇത് മതി പറഞ്ഞിട്ട് ഒരു ഫോൺ കാണിച്ചിട്ട് അവൻ കിടന്നു. നല്ല ടയർഡാണ് അവൻ. കുറേ നേരം നമ്മൾ നോക്കണം. അപ്പം ഈ ഒരു ഫോണാണ് ഐക്യൂൻ്റെ Z9 ആ ഒരു സാധനമാണ് വാങ്ങിക്കണം. കാരണം എൻ്റെ പ്രിഫറൻസിൽ അമ്മയ്ക്കൊരു ഗ്രീൻ കളറുള്ള ഫോൺ ഇപ്പം എല്ലാപ്പോഴും ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ എപ്പോഴും ആഡിൽ കണ്ടപ്പോൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തും കഴിഞ്ഞു. സോ ഫൈനലി നമ്മൾ ആ ഫോൺ ഫിക്സ് ചെയ്തു. അപ്പം അതിൻ്റെ ഗ്രീൻ കളറാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണം. അമ്മ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും. അപ്പോൾ അതിനുള്ളിൽ ഫോൺ വരുമായിരിക്കും. അമ്മ വരുന്ന ആ ഒരു ഡേറ്റിനോടനുബന്ധിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഓണക്കോട്ട് എടുക്കണം. നമ്മളങ്ങനെ വലുതായിട്ട് അങ്ങനെ ഓണം ആഘോഷിക്കണം സംഭവമൊന്നുമില്ല, നോർമലി ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങും. ഇറ്റ്സ് ലൈക്ക് നിർബന്ധമില്ല എന്നാലും. അപ്പം ഞാൻ വിചാരിച്ചു ഈ തവണ ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് എടുക്കാമെന്ന്. ബിക്കോസ് ഫോണും ഗ്രീൻ, ഡ്രസ്സും ഗ്രീനൊക്കെ ഇട്ട് ഇങ്ങനെ പുള്ളിക്കാരി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളർ തന്നെ കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ലൈക്ക് സോ ഹാപ്പി. ലെറ്റ്സ് ഹോപ്പ്. നമുക്കിനി നാളെ ഷോപ്പിങ്ങിനെ പോയിട്ട് കാണാം. അപ്പം ഈ ഗ്രീനും പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സെയിം കളറും കിട്ടി. ഞങ്ങൾ ആ 2 എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ പാകായാലല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതെടുക്കാൻ തീരുമാനം. എന്താണ് ഏതാണ് ഈ ബാഗായിരിക്കും? ബ്രൗൺ ബാഗ് അല്ലേ? എന്തിനാണ് പറ. ജിമ്മി പോവാനൊന്നും പറയരുത്, കൊല്ലും. ജിമ്മി പോവാനാണല്ലേ? ഇങ്ങോട്ട് അങ്ങോട്ടെ. വാ, എനിക്കത് രണ്ടും ഇഷ്ടപ്പെട്ട്. പക്ഷേ എനിക്ക് 2 എടുക്കണമെന്നുണ്ടായെങ്കിലും പക്ഷേ ഈ ഒരു ഗ്രീൻ അമ്മയുടെ ഒരു സ്റ്റൈലല്ല. അമ്മ ഇങ്ങനത്തെ ഒന്നും ഇട്ട് കണ്ടിട്ടില്ല. അമ്മ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിപ്പോൾ അമ്മ ബേസിക്കായിട്ട് എല്ലാവരും ആ ഒരു ഇതാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ആ സെയിം കളറായതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനിന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഈ ഒരു കളർ തന്നെ കിട്ടുമെന്ന്. ഈ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് നമ്മളെടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ ഗ്രീൻ വെച്ചിട്ട് സെലക്ട് ചെയ്തു. അമ്മക്കുള്ള നമ്മൾ വാങ്ങി. ഇനി എന്താടാ
പൊക്കത്തോട്ട് വെക്കണോ? ആ ശരി, സത്യം. എനിക്ക് മനസ്സിലായി. ഉണക്കൂടി തരാ. എടാ നോക്കിയോ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോട്ടാ. ആ ചോറ്. ഇതെന്റെ പുതിയ ബാഗാണ്. അമ്മയുടെ ഫോൺ എന്തി? എടാ അമ്മയുടെ ഫോൺ വന്നേ. ചേച്ചി വിളിച്ചേക്കണ. എന്ത് ചേച്ചി? ഞാൻ എന്താ അത് നമ്മടെ ഫോണിൽ ഇടാനുള്ളേ. അതിനുള്ളിൽ വേറെ സാധനം കൂടി ഉണ്ടല്ല. അതന്നെ അതന്നെ അത് ഉറക്ക്. ചേച്ചി വിളിക്കുന്നു. ഞാൻ അവിടെ കേട്ടോ. എന്ത് എന്നിടാനാന്ന് വെച്ച് കഴിഞ്ഞാ തുണിയൊന്നല്ല പിന്നെ. പിന്നെ ഷോൾ എന്തിനാണ് ആ ഡിസൈൻ? ആ ഈ ഷോൾ ഇല്ലാത്തതാണ്. അമ്മ ഇട്ടിട്ട് വന്നപ്പ. ആ ഷോള് നമുക്ക് വാങ്ങിക്കാലോ. അമ്മ ആദ്യം ഇപ്പൊ ഇത് ഇട്ട് ആക്കടാ. അത് സൂപ്പർ സാധനമാണ്. അത് നാളെ കണ്ടാ മതി. അത് സർപ്രൈസാ. അമ്മക്ക് ഇഷ്ടപ്പെടും. നിക്ക് ആദ്യം ഇതിട്ടിട്ട് വാ, എന്നിട്ട് അത്. ഈ പാന്റ് ഇടണം. എങ്ങനെയുണ്ട് പാന്റ്? എന്താണ് അതാണ് പാകം. ഈ ഗോൾഡൻ വാങ്ങിച്ചേക്കണേന്ന്. എന്താ ഇതിന്റെ കൂടെ അല്ല, എല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ലോഹ പാൻറ്. ഇത് ലൂസ് അടിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് വാങ്ങിച്ചതാണ്. അതിന്റെ ഉള്ളിൽ വേറെ എന്താ കാണുന്ന സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ബാഗ് ഇഷ്ടപ്പെട്ട. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചാ മതി. നിലത്തേക്ക് അങ്ങനെ തിരിച്ച് വെക്ക്. ആ ആ ഫോണെന്ത് കമത്തി പിടിക്ക്. അങ്ങനല്ല, ഊർത്തി എടുത്താ മതി. അത് ആ പച്ചക്കറിയാണ്. അപ്പനെ 2-3 മാസത്തിനുള്ളിൽ വേറെ വാങ്ങിക്കണം. അപ്പന് കുറെ ഫോൺ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ടില്ല. ഇതിനെന്താ കുഴപ്പം? എനിക്കിത് മതി നാളെ. അത് അമ്മക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് സിമ്മൊക്കെ രസമായിരിക്കും. കവർ ബാക്ക് കവർ ഇട്ട് കൊടുത്തേടാ. അതിനകത്തൊന്നും ഇല്ല, പാസ്വേഡ് ലോക്കൊന്നും ഇല്ല. ആ തൽക്കാലം കുറച്ചാൾ അതിട്ട് അത് പച്ച കളർ കാണിക്കണ്ടേ കുറച്ചാള്. അല്ല അത് കുറച്ചാൾ കഴിയുമ്പോ മഞ്ഞ കളർ ആവൂല. ഞെക്കിക്കോ ഞെക്കാൻ. ആ
മാളോട്ടിന് ഇങ്ങനെ പൈസ തീർത്തല്ലേ ഞാൻ പറഞ്ഞ ഫോൺ മേടിക്കാൻ. ഫോൺ മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഫീസ് കെട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനാ പറഞ്ഞത്. അതാണ് ചെയ്തേക്കണം. ഫോൺ ഫീസ് കെട്ടി. ഫോട്ടോ എടുക്ക് കാണട്ടെ. ഫോട്ടോ എടുക്കണെങ്ങനെ? സാധാരണ പോലെ തന്നെ, അതിനകത്ത് പാസ്വേഡ് ഒന്നും ഇല്ലല്ലോ. എന്താണ് എനിക്ക് അങ്ങനെയൊന്നും വരില്ല. ഒന്ന് ചിരിക്കുമോ ഞാൻ? അയ്യോ എന്നെ എടുക്കല്ലേ ദൈവം, പ്ലീസ്. ഞാനൊന്നിരുന്നോട്ടെ. നോക്ക്. ആ സെറ്റ് സെറ്റ്. പറയൂ, ഫോൺ കിട്ടിയതിന് സന്തോഷം എങ്ങനെയുണ്ട്? മതിയടാ. ഞാൻ AC ഇടാൻ പറഞ്ഞ എന്തിനാന്ന് അറിയുമോ? ഫാൻ ഓഫ് ചെയ്തിട്ട് ആ കരകര സൗണ്ട് ഇതാക്കാണ്ടിരിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്ത് AC ഇട്ട് ഫാൻ ഓണാക്കി. ഈ വീഡിയോയിലൊക്കെ ആ ഒരു സൗണ്ട് ഉണ്ടാവും. റെജിമോള് പറയൂ, എവിടെ ഫോൺ എന്തി? അത് കൊടുക്കടാ. ഒന്ന് പിടിച്ചുകൊണ്ട് എന്നിട്ട് വർത്താനം പറയട്ടെ. ഇത് കണ്ട ഞങ്ങള് കറക്റ്റ് നോക്കോളെ. മേലിനെ കാണിക്കണ കിരണ് വന്നിട്ട് ചേച്ചി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിച്ച് ആഘോഷിക്കട്ടെ. എന്നിട്ടാ ഞാൻ പറഞ്ഞല്ലേ, 2 വാക്കല്ലല്ലോ പറഞ്ഞല്ലേ ഇപ്പഴേ ഇത് വേണ്ടായിരുന്നെന്ന്. ഇപ്പൊ ഇത് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഇത് ഞാൻ പൊട്ടിക്കാതെ നോക്കാം, കൊണ്ടുവരാൻ നോക്കാം. ഇതെന്ന് മേടിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ കുഞ്ഞിന്. പഴയ ഫോണൊന്ന് കൈ കൊടുത്തേടാ, അതൊന്ന് കാണിച്ചേ. അച്ഛനൊന്ന് ആശുപത്രിക്ക് വന്നപ്പോ നോക്കട്ടെ ഞാൻ. ഇത് മേടിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അപ്പുവാ? അതുകൊണ്ട് ഈ ഫോൺ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അമ്മ ഇപ്പൊ ഫോൺ വാങ്ങിക്കും. കാശൊക്കെ ആവശ്യം വരും കുഞ്ഞെ, വേണ്ടെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ് മേടിപ്പിച്ചപ്പോ അമ്മമ്മ പറഞ്ഞു, എന്നെ പറഞ്ഞു വിളിക്കണമെങ്കിൽ ഫോണില്ല കയ്യിൽ മേടിക്കാൻ പറഞ്ഞോണ്ട് അന്ന് മേടിച്ചത്. പിന്നെ ഈ ഫോൺ കാണിക്കും. ഈ ഫോൺ മാളൂട്ടിന്റെ ഗിഫ്റ്റ്. ഇതേ മാളൂട്ടനെ അപ്പൂട്ടിയും കുറേ ഒന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊരു ഫോൺ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് അമ്മക്ക് പറ്റിയത്. ഫോണില് കുത്തി ഫോൺ സെർച്ച് കറക്റ്റ് പൈസക്ക് അമ്മക്ക് പറ്റിയ ഫോൺ പ്ലസ് പച്ച ഫോൺ. അത് എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നു, പച്ച ഫോൺ വേണം അപ്പൂന്ന്. പച്ച ഫോൺ വേണമെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് മുന്നേ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പച്ച ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം കളർ, എന്തോ ലക്കിന് സെയിം കളർ കിട്ടി. ഏതേലും ഒരു പച്ച ഡ്രസ്സ് വാങ്ങിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ ഇവനിട്ട് കളിക്കും, എന്താ പറയേ ഇത് വേണ്ട, അത് നമുക്ക് ഇങ്ങനെ ഇത് വേണ്ട. അത് ഞാൻ എടുത്തില്ല. ആ ഷാള് എല്ലാം സെപ്പറേറ്റ് ആണ്. ഞാനിപ്പോ 2 വാങ്ങിച്ചോളൂ. അവിടെ ഷാളൊന്നും കണ്ടില്ലല്ലോടാ പൂ. ഇഷ്ടമായോ ഫോൺ? ഫോണും ഡ്രസ്സും ഇഷ്ടമായി. എത്ര ദിവസം ഈ ഫോൺ ഇവിടെ എത്തിട്ടെന്നറിയോ? വെറുതെ ആണ് അപ്പു ഇങ്ങോട്ട് വേന്ന് പറയണത്. അപ്പുവിന് പിച്ചില്ലല്ലോ, എന്താണത്? വരണം. ഞാനും കൂടെ ജോലിക്ക് പോണം. ആണാടാ അപ്പുവേ, നിനക്ക് വിഷമോ? ഇല്ല, അവൻ എന്നോട് പറഞ്ഞേ ആ അങ്ങനെയെങ്കിലും അങ്ങനെ തിരിഞ്ഞ സൈഡിൽ തിരിഞ്ഞ് പിടിച്ചിരുന്നു.
ശരി ഓക്കെ. കളറ് കൂട്ടണത് അല്ല ലൈറ്റ് കൂട്ടണതാ മുഖത്തുനിന്ന് വലിച്ചിട്ട് ദേ ഇത് 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 ഇങ്ങോട്ട് നിൽക്കണം. അത്ര വേണ്ട, അത്ര മതി. കണ്ണ് ഒത്തിരി കെട്ടായ കണ്ണ് പറ്റില്ല കേട്ടോ. ആ അങ്ങനെ മതി. സാധാരണ കൂട്ടിയെ നോക്കിയാറ് ഇതൊക്കെ പഠിക്കാൻ അത് കുറയ്ക്കല്ലേ. ഇത് ഈ ഓട്ടോ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക, അത് കെട്ടുന്നുണ്ടെങ്കിൽ. ആ ഓ അപ്പൂസെന്നാണ്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൂൻ്റെ ആണല്ല വൈഫൈ. എന്താടാ ഫ്ലാഷ് ഒക്കെ ഓണാക്കി നോക്കണ്ട. ഞങ്ങളുടെ തൊട്ടപ്പത്ത് കഴിഞ്ഞപ്പൊന്നും നോക്കണ്ടേ. ഇതിലെങ്ങാനൊരു കോറല് വീഴ്ത്തിയ ഒട്ടിച്ചില്ലേ നമ്മള് എല്ലാ സാധനങ്ങളും ഒട്ടിച്ചില്ലേടാ. എന്ത് സാധനം? അമ്മ അതിനകത്ത് ഗ്ലാസ് ഒക്കെ ഒട്ടിക്കണ്ടേ പ്രൊട്ടക്ഷൻ്റെ, അതൊക്കെ ഒട്ടിച്ച്. ഒട്ടിച്ചാ? സിമ്മിട്. ഓ സിമ്മിടണം. അപ്പൊ ഞാൻ പുറത്തേക്ക് എനിക്ക് വിളിക്കണ എങ്ങനെയാ? സിമ്മിടും. വൈഫൈയുടെ ഇതില്ലേ? ഏത് ഈ സിം എടുക്കാനാ നമ്മുടെ അങ്ങനെയാണോ ഉദ്ദേശം? ഈ സിം എനിക്ക് കളയാൻ പറ്റില്ല. ഇതാണ് ബാങ്ക്. അപ്പൊ ഈ സിം എനിക്ക് കളയാൻ പറ്റും. അല്ല ഇത് മാറ്റാൻ പറ്റില്ല. എയർടെല്. എന്നെ വിളിച്ചു പറയണ്ട അപ്പു, അതേ മോനെ ഞാൻ വരട്ടെ എന്നിട്ട് ഉടുപ്പ് കൊടുത്താൽ മതിയെന്ന്. അതാണ് ഈ വന്നേക്കണ നേരത്തെ. എന്റെ ഫോണിനെ പറ്റി ഈ 2 വാക്ക് പറയൂ. അവളൊരു വീഡിയോ എടുത്തക്കാരി പകുതിയല്ല അപ്പിളിന്റെ പകുതി വരെ ഉണ്ട്. ഉള്ള അപ്പിൾ അപ്പോഴാണെന്നൊക്കെ കണ്ടുപിടിച്ച ആദ്യം. വരച്ചൊക്കെ അപ്പൊ തന്നെ എടുത്ത് കണ്ണിലിട്ട്. സൂപ്പർ അല്ലേ ഫോൺ? എവിടെ എവിടെ വരുന്നവരാണ്? തിരിച്ചാണിച്ചേ 38. നോക്കി ഇത് അമ്മയുടെ ഫോണിൽ എടുത്ത് ഇങ്ങനെ നോക്കണേണ് ഞാൻ ഇതിന്റെ വീഡിയോ എങ്ങനെയാണെന്ന്. നന്നായി. എന്താ